ഹായ്, എല്ലാവർക്കും സുഖമാണോ? ഇതെന്തുവാണ് സാധനമെന്നറിയാമോ? കണ്ടു കാണുമോ ആരെങ്കിലും? നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ ചന്തയിലൊക്കെ ചെല്ലുമ്പോൾ ഇത് കാണുന്ന സാധനമാണ് ഉള്ളിത്തണ്ട്, ഉള്ളിപ്പൂവ്. ഇത് തോരൻ വെക്കാൻ വളരെ നല്ല സാധനമാണ്. കഴിച്ചിട്ടുള്ളവർക്കറിയാം, ഏറ്റവും നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് ഇത് തോരൻ വെച്ചാൽ. ഇതിൻ്റെ അകത്തൊരു മുട്ടയും കൂടെ ചേർക്കും. നല്ല അടിപൊളി സാധനമാണ്. ഞാൻ ഇന്ന് കടയിൽ സാധനം വാങ്ങിക്കാൻ പോയപ്പം സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന കണ്ടേ. അപ്പം ഞാൻ ഒരു കെട്ട് മേടിച്ചുകൊണ്ട് വന്നു. 1 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് വെച്ചപ്പോൾ ഇന്നത്തെ ഒരു തോരനാണ് ഇന്നത്തെ വീഡിയോ. കണ്ടോ, ഉള്ളിത്തണ്ട് ഉള്ളിത്തോരൻ. ഉള്ളിത്തണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സവോള, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ, എരി കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർത്താൽ മതി. കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിത് നല്ലവണ്ണം വെള്ളം ഒഴിച്ച് വൃത്തിയായി കഴുകിയെടുക്കുന്നുണ്ട്. 2-3 തവണ കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയതിന് ശേഷം ഇത് കനം കുറച്ച് പയറരിയത്തില്ലയോ, അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ സവോള കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നാളികേരം ചിരകിയത് വേണം. കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. നാളികേരം ചിരങ്ങിയത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി എടുത്തു. ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിലാണ് ചെയ്യേണ്ടത്, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം കടുക് വറുക്കാനിട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി വേണമെങ്കിൽ അതും ചേർക്കാം, നല്ല ടേസ്റ്റാണ്. ഇത് ഉള്ളിത്തണ്ടായതുകൊണ്ടാണ് സവോള ചേർത്തത്. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ആ ഉള്ളിയുടെ പൂവും കൂടി എടുത്തിട്ടുണ്ട്. അത് എടുക്കുമെന്നറിയില്ല, ഞാൻ അതുകൂടി തോരൻ്റകത്തിട്ടിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് എപ്പോഴും ആദ്യം കുറച്ചേ ചേർക്കാവൂ, പിന്നെ ടേസ്റ്റ് നോക്കുമ്പോൾ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴന്ന് കിട്ടും പെട്ടെന്ന്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾ കൂടി ഇട്ടിട്ടുണ്ട്. അതും ഒന്നുകൂടെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതീയിൽ നല്ലവണ്ണം വഴറ്റിയെടുക്കണം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. കാന്താരിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകിന് പകരം മുളക് പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ബൗൾ നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരം വേണമെങ്കിൽ ഒതുക്കി ചേർത്ത് കൊടുക്കാം. നാളികേരം, പച്ചമുളക് എന്നിവ ചതച്ച് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് മിക്സിക്കകത്തൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് തോരന് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടില്ല.
ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അടിയിലൊന്നും പിടിക്കാതെ ചെറുതീയിൽ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഓൾറെഡി വെന്തിരിക്കുകയാണ്. പിന്നെ ഒന്നും കൂടി ഒന്ന് റെഡിയാവാൻ അടച്ചു വെച്ചിട്ട് ചെറുതീയിൽ വെച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മുട്ട ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ഉലർത്തിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഉള്ളിത്തണ്ട് തോരൻ വെച്ചത്. ഇത് ചോറിൻ്റെ കൂടെ, ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്. ചില നാട്ടിൽ ഉപ്പേരി എന്ന് പറയും, ഇവിടെ തോരൻ എന്നാണ് പറയുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക.